ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വലിയ ഷ്രിമ്പില്ലേ, വലിയ ചെമ്മീൻ. ആ ചെമ്മീൻ വെച്ചിട്ട് തവ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നന്നാക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളതിൻ്റെ കുറച്ച് ഇങ്ങനെ തലയുടെ ഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ചുണ്ട് മാത്രം കട്ട് ചെയ്തിട്ടൊക്കെ വേണം എടുക്കാനായിട്ട്. അങ്ങനെ നന്നാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് കശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, വെളുത്തുള്ളി 8 എണ്ണം, പച്ചമുളക്, കരിവേപ്പില, കായം. ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഈ ഷ്രിംപ് എടുത്തിട്ട്, ചെമ്മീൻ എടുത്തിട്ട് നമുക്ക് കുരുമുളക് പൊടിയും മഞ്ഞളും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വെക്കേണ്ടതുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. കുരുമുളക് പൊടി 1/4 ടീസ്പൂണാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു അരമണിക്കൂർ മാറിയിരിക്കട്ടെ. അതിനുശേഷം നമ്മൾ ഒരു കടായി എടുക്കാം. ഒരു തവ, അതാണ് ഉദ്ദേശിക്കുന്നത്. 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകമാണ്, ചെറുംജീരകമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. പച്ചമുളകും അതുപോലെ തന്നെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. കരിവേപ്പില, പിന്നെ ഒരു പിഞ്ച് കായം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. തീ ഒന്ന് കുറച്ച് വെച്ചേക്കണേ. എണ്ണ നന്നായി ചൂടായ ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചേക്കണം. അതിനുശേഷം നമുക്ക് ഓരോ ഷ്രിംപ് ചെമ്മീനെടുത്ത് ഇട്ട് കൊടുക്കാം. ഒന്നൊന്നായിട്ട് തവയിലേക്ക് പറക്കി വെച്ച് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ചെറു തീയിലിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് ഒരു ഭാഗം വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. അതിനുശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ജീരകവും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അതിൻ്റെ മേലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് ചെറുതീയിൽ വേവിച്ചെടുക്കേണ്ടതുണ്ട്. അടച്ചു വെച്ച് തന്നെ വേവിക്കണേ. 5 മിനിറ്റിന് ശേഷം വീണ്ടും തുറന്നു നോക്കാം. ഇപ്പോൾ വേവ് ഏകദേശം പാകമായിട്ടുണ്ട്. ഒരുപാട് വെന്ത് പോവരുത് ചെമ്മീൻ, എന്നാൽ നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പാകത്തിന് വെന്ത് മൊരിഞ്ഞ് കിട്ടുകയും വേണം. ഇനി മസാലപ്പൊടി ചേർക്കുമല്ലോ നമ്മൾ, അതിൽ കിടന്നാണ് ബാക്കിയുള്ള വേവ് നമുക്ക് കിട്ടേണ്ടത്. ചെമ്മീൻ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു ഐറ്റമാണ്, ഒരു സീ ഫുഡാണ്. നമുക്കൊന്ന് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. തീ കുറച്ചിട്ട് അതിനുശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് തുറന്ന് നോക്കി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി അതും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. തീ കുറച്ച് വെച്ചേക്കണേ. പൊടികളെല്ലാം ചേർക്കുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ബാക്കിയുള്ള കുരുമുളക് പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി നമ്മളിതിലേക്ക് മിക്സ് ചെയ്ത് ഫസ്റ്റ് തന്നെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി ഉപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടുപ്പ് ഓഫ് ചെയ്യാം. കണ്ടോ, വളരെ ഈസി ആയിട്ട് തവ ഫ്രൈ എന്നാണ് ഇതിന് പറയുന്നത്. ഷ്രിംപ് തവ ഫ്രൈ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും തരണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു ഐറ്റമാണ്. സീ ഫുഡ് എങ്ങനെ ഉണ്ടാക്കിയാലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ചെമ്മീൻ അതുപോലെയുള്ള ഐറ്റംസ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്.